ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ്, അതുപോലെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനർജി, ഇതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ വിട്ടുകളയുക. ഓക്കെ, ഇവിടെ ആദ്യം കിട്ടിയിരിക്കുന്ന ഒറക്കിൾ കാർഡ് എന്ന് പറയുന്നത് ബോട്ട്, ദ ഫിനിക്സ് ആൻഡ് പാഷൻ. ഇത് മൂന്നുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബോട്ട് എന്ന് പറയുമ്പോൾ ഞാനത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ബോട്ടെന്ന് പറയുമ്പോൾ തിങ്കിങ് ഓഫ് എ ജേർണി, യാത്ര, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു തീരുമാനം, ചില ഹോപ്സ്, ചില പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ചെറിയൊരു രക്ഷപ്പെടൽ, ഇപ്പോൾ ഉള്ള ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടൽ എന്നൊക്കെ നമുക്ക് അർത്ഥങ്ങൾ എടുക്കാം. നമ്മൾ സമാധാനത്തിന് വേണ്ടി ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബോട്ടിൽ കയറി അക്കരെ പോകാനുള്ള ഒരു തീരുമാനം, ഓക്കെ, വിദേശ രാജ്യത്തേക്ക് പോകാനുള്ളൊരു തീരുമാനം, ഇങ്ങനെയൊക്കെ നമുക്ക് ബോട്ടിനെ എടുക്കാം. ഫിനിക്സ് എന്ന് വെച്ചാൽ ഒരു പുതിയ ജീവിതം, ചാരത്തിൽ നിന്നും ഉയരുക, മാറ്റങ്ങൾ. ഇത് മറ്റൊരു കാര്യം പറയുന്നത്, ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം, വിഷമഘട്ടങ്ങൾക്ക് ശേഷം നമുക്ക് മാറാൻ സാധിക്കും, നല്ല സ്ട്രോങ്ങറായിട്ട് തിരികെ വരാൻ പറ്റും. ഇതൊക്കെയാണ് ഫിനിക്സ് പറയുന്നത്. വീണ്ടും നമുക്ക് വൈബ്രൻ്റ് ആകാം. ഓക്കെ, പാഷൻ എന്ന് പറയുന്നത് ഒരു ഫയർ എനർജിയാണ്. ആ ഒരു ഇൻറ്റൻസ് ഫീലിംഗ് ദാറ്റ് ഫ്യുവൽസ് അസ് എന്ന് പറയും. നമ്മുടെ വീണ്ടും വീണ്ടും പുനർജനിക്കാൻ ഉതകുന്ന ആ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് പാഷൻ. നമ്മുടെ ലൈഫിനെ എക്സൈറ്റിംഗ് ആക്കുന്ന എന്തോ ഒന്ന്, ഓക്കെ, ഒരു ലക്ഷ്യം, നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നതിനെ സ്വന്തമാക്കാൻ നമ്മൾ ഇറക്കി വിടുന്ന ആ ഒരു എനർജി ഇല്ലേ, അതാണ് പാഷൻ. അതൊരു പേഴ്സൺ ആകാം, നമ്മൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നത്, ഒരു ഹോബി ആകാം, അല്ലെങ്കിൽ ഒരു സ്വപ്നമാകാം, അല്ലേ, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇത് ഒരുമിച്ച്, ഈ മൂന്ന് കാർഡുകൾ ഒരുമിച്ച് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ വരുന്നത്, ഒരാൾ വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു ജേണിയിലാണ്. ആൾക്കറിയാം ചാലഞ്ചസ് ഒരുപാടുണ്ട് എന്ന്, പക്ഷേ അവർക്ക് ഒരു ഫിനിക്സ് പക്ഷിയെ പോലത്തെ ഒരു സ്പിരിറ്റ് ഉണ്ട്. എന്ത് വന്നാലും ഞാൻ ഓവർകം ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം. പൊയ്ക്കൊണ്ടിരിക്കുക. കടൽ ഭയങ്കര റഫാണെങ്കിൽ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഒറക്കിൾ എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടാരോട്ട് നോക്കാം. ടാരോട്ട്സിൽ ആദ്യം വന്നിരിക്കുന്നത് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, പിന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി. രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, ഈ പേഴ്സൺ ചിന്തിച്ചിരിക്കുന്ന ആ ബന്ധത്തിൽ, അത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധമാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും തമ്മിലുള്ള ബന്ധമാവാം. എന്തായിരുന്നാലും പേഴ്സൺ ചിന്തിക്കുന്ന ആ ബന്ധത്തിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളും പേഴ്സണും തമ്മിലുള്ള കാര്യങ്ങളാണ് പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, റെസണേറ്റ് ചെയ്യാത്തവർ എടുക്കേണ്ടതും. അപ്പോൾ 6 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എന്ന് പറയുന്ന എനർജിയിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഈ ബന്ധത്തിൽ പാസ്റ്റുമായിട്ടൊരു കണക്ഷനുണ്ട്. ഓക്കെ, പാസ്റ്റിൽ നിന്നൊരു പുള്ള് അല്ലെങ്കിൽ ഒരു കണക്ഷൻ വന്നതാണിത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ളതായിരിക്കാം. ഓക്കെ, ഒരു കണക്ഷൻ പണ്ടുണ്ടായിരുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് പണ്ട് പിരിഞ്ഞു പോയവരാണ് വീണ്ടും കണ്ട് കൂട്ടായി. ഇവരുടെ പാസ്റ്റിൽ തന്നെ ചില പെയിൻഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പിൻ്റെ ചില ഹാർട്ട് ബ്രേക്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എല്ലാം. ഇപ്പോഴും അത് ഹീലായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബന്ധത്തിൽ ഒരുപാട് മുറിവ് പറ്റിയിട്ടുണ്ട് മനസ്സിന്. അത് ഇപ്പോഴും അതിൻ്റെ ആ ഒരു തീവ്രതയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്കാറ് പുള്ളിയുടെ മനസ്സിലുണ്ടെന്നാണ് പറയുന്നത്. കേട്ടിട്ടില്ലേ, മുറിവുകൾ ഉണങ്ങും, പക്ഷേ പോറലുകൾ അതൊരുപാട് സമയമെടുക്കും ഒന്ന് ഉണങ്ങാൻ. ഓക്കെ, അപ്പം ആ ഒരു എനർജിയാണ് ഇപ്പം ആളിനുള്ളത്. പിന്നെ വന്നിരിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ആ പാസ്റ്റിലെ ഹാർട്ടൊക്കെ മറന്ന്, ചെറുതായിട്ട് മറന്ന്
അവർ തമ്മിലൊരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ തമ്മിലാണോ നിങ്ങൾ തമ്മിലാണോ നിങ്ങൾക്ക് നിങ്ങളുടേതാണെങ്കിൽ തിരിച്ചെടുത്തോളുക. ഓക്കെ. അപ്പോൾ ഒരു പുതിയ എനർജി, ഒരു പാഷൻ, ഒരു ഫ്രഷ് സ്റ്റാർട്ട്, റിന്യൂവൽ, ഓക്കെ, റിന്യൂവൽ ചെയ്തിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം, അതെല്ലാം ഈ ബന്ധത്തിലോട്ട് വന്നിട്ടുണ്ടെന്നാണ്. അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റീ ഓപ്പണിങ്. പക്ഷേ ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഒരു റീകിൻഡിലിംഗ് ഓഫ് എ ഫ്ലെയിം എന്ന് പറയും. വീണ്ടും ഒരു തീപ്പൊരി വീണിട്ടുണ്ടെന്നൊക്കെ പറയൂലേ, അപ്പോൾ അതുപോലെ. ഇനി ഒരു 5 ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ കാർഡിൻ്റെ എനർജി എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലിക്ട്സ് ആണ്. ഏത് വിധേന എനിക്ക് ജയിക്കണമെന്നും ഒക്കെ പറയില്ലേ, അതുപോലെ ഒരു ഈഗോ ക്രാഷ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഓക്കെ, ഈഗോയാണ് ഇവിടുത്തെ മെയിൻ റോള്. പിന്നെ ഒരു നീഡ് ടു ബി റൈറ്റ്, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം എന്നൊരു കാര്യം, ഇത് തമ്മിലുള്ള ഉരസലാണ് മെയിനായിട്ട്. ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. വാളില്ല, പകരം വാക്കുകളാണ്. ഇൻറ്റഗ്രിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് ഒരുമിച്ചാണ് ഞാൻ എടുക്കുന്നത്. ഇത് പറയുന്നത് പേഷ്യൻസ്, സമാധാനം, ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ സമയം, ഊർജം എന്നിവ ചിലവാക്കുക, ബാലൻസ്. ഓക്കെ, 7 ഓഫ് പെൻഡക്കിൾസ് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് എഫേർട്ട് അവരിട്ടിട്ടുണ്ട് എന്നാണ്. സമയം ഇട്ടിട്ടുണ്ട്, പണം ഇട്ടിട്ടുണ്ട്, അതുപോലെ വേറെ എനർജീസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയം അത് റിസൾട്ട് തരും എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 6 ഓഫ് പെൻഡക്കിൾസ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൊടുക്കൽ വാങ്ങലുകൾ തമ്മിൽ ബാലൻസ് വേണമെന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ട് കൊടുത്താലും അത് തിരിച്ചിങ്ങോട്ട് കിട്ടണം, ഒരു ബാലൻസ് വേണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൈൻഡ്നെസ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമാണ്. പരസ്പരം കൈൻഡായിട്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡ്നെസ് കാണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ദ ഫൂൾ കാർഡാണ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ ഒരു പുതിയ തുടക്കത്തിന് നല്ല രീതിയിൽ തയ്യാറാണ് എന്നതാണ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം, കുറച്ച് മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റെപ്പ് ആളിനെ സംബന്ധിച്ച് കുറച്ച് സ്കേറിയാണ്. ഓക്കെ, കുറച്ച് ഭയമുണ്ട്, അൺപ്രഡിക്റ്റബിളാണ്, എന്ത് സംഭവിക്കുന്നൊന്നും വലിയ പിടുത്തമൊന്നും ഇല്ല, എന്നാലും തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ജേർണിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, പരസ്പരമുള്ള വിശ്വാസം, ഓപ്പൺ ആയിട്ടുള്ള സംസാരം, അത് രണ്ടുമാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഹെറോഫൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധം കുറച്ചും കൂടെ ഫോർമലാകുന്നു എന്ന് വേണമെങ്കിലും പറയാം, ഹെറോഫൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ട്. പിന്നെ ടെമ്പറൻസ് ആണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുമ്പോൾ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് ടെമ്പറൻസ് എന്ന് പറയുന്നത്. ഇത് ബാലൻസ്, ഹാർമണി, ഓക്കെ, പേഷ്യൻസ്, സമാധാനം, ബ്ലെൻഡിങ് എനർജീസ്, രണ്ടുപേരുടെ എനർജീസ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ, ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാർഡ്, ഒരുമിച്ചാകുന്നു എന്ന ഹിൻഡ് തരുന്ന ഒരു കാർഡാണ്. ഓക്കെ, എനർജീസ് പരസ്പരം ബ്ലെൻഡ് ആകുന്ന ഈ കാർഡ് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എല്ലാത്തിനും ഒരു മധ്യഭാഗം എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരു മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലത്തെ ഒരു കാർഡാണ് ടെമ്പറൻസ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. ആക്ച്വലി ഇതൊരു ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. ഇതിൽ ആരോ ഒരാൾക്ക് വലിയ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരു എനർജി ഇവിടെ ഉണ്ട്. ചിലപ്പോൾ ഒരു ചീറ്റിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ റിസ്ക്കാണ്. എന്നാലും പക്ഷേ ഈ ഒരു ട്രിക്കി ആയിട്ട് ഇവിടെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രാറ്റജിക്കായിട്ട് നിൽക്കണമെന്നാണ് പറയുന്നത് ഈ ആൾ. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് സ്ട്രാറ്റജിക്കായിട്ട് നിൽക്കണം, കെയർഫുള്ളായിട്ട് നിൽക്കണം. അതുപോലെ പ്രശ്നങ്ങളിൽ നിന്നും എക്സ്ട്രാക്റ്റ് യുവർ സെൽഫ് ബാക്ക്. ഓക്കെ, നിങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളെ തന്നെ അതിൽ നിന്ന് മാറ്റാൻ, ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായത്.
ഓക്കെ, ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ പോകാതെ നോക്കണം. ഇതിൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പാരൻസിയാണ്. ഈ റിലേഷൻഷിപ്പിൽ വേണ്ടതും പരസ്പരം ഒരു വിശ്വാസവും പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനുമാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ബേസിക്കായിട്ട് വേണ്ടത്. പിന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് 2 ഓഫ് വാൺസ് ആണ്. അതായത് അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്ലാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളി. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സാധ്യതകൾ അന്വേഷിക്കുന്നുണ്ട്. ഒരുമിച്ച് ഒരു പാത്ത് ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെയാണ് പുള്ളി അന്വേഷിക്കുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് നിന്ന് ഫുള്ള് റീഡിങ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു എനർജിയൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, ഒരു തേർഡ് പേഴ്സൺ നിങ്ങളല്ലാതെ മൂന്നാമതൊരാളുണ്ടെന്ന് പറഞ്ഞിട്ടൊരു എനർജി എനിക്ക് ഒരിടത്തും എനിക്ക് കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ചിന്തകളാണ് പുള്ളിയുടെ മനസ്സിലൂടെ പോകുന്നത്. നിങ്ങൾ തമ്മിലുള്ള എനർജി ആണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.